അസ്സലാമലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ അലവി സഖാഫി ഗായനാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ചില പ്രവർത്തനങ്ങൾ ചിലർക്ക് മാത്രം ഉള്ളതാണ്, ഞാൻ അതിലൊന്നും ഭാഗവാക്കല്ല എന്നൊരു ധാരണ ചില ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. നിസ്കാരങ്ങൾക്ക് ശേഷവും മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങളെപ്പോലെ, വെള്ളിയാഴ്ച അൽക്കാഫ് സൂറത്ത് ഓതുന്നത് പോലെ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രതിഫലം കിട്ടുന്നതുമായ ഒരു അമലാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരൽപ്പം മുമ്പ് എഴുന്നേറ്റ് ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക എന്ന് പറയുന്നത് വളരെ മഹത്വമുള്ള, വളരെ കൂലി കിട്ടുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറെ ഇഷ്ടമുള്ളതും അവനിലേക്ക് നമ്മൾക്ക് അടുക്കാൻ പറ്റുന്നതുമായ ഒരു സംഗതിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിഖിയാമിൽ ലൈലി, നിങ്ങൾ രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കണം. രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കണം. ഫഇന്നഹു ദഅബുസ് സ്വാലിഹീന, ഈ രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക എന്ന് പറയുന്നത് സ്വാലിഹീങ്ങളായ ആളുകളുടെ പതിവാണ്. അത് സ്വാലിഹീങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. കഴിഞ്ഞ കാലം മുതലേ സ്വാലിഹീങ്ങളായ ആളുകളാണ് തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കുന്നത്. അപ്പം ഒരാൾ തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അയാൾ സ്വാലിഹീങ്ങളിൽപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കാം. തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നില്ല, എത്ര വിചാരിച്ചിട്ടും നമ്മൾക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഒരാള് തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹിക്കുകയും തീരെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ ഇബിലീസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നാ, ഇബിലീസ് അവനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണെന്നാ. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കൽ സ്വാലിഹീങ്ങളുടെ പതിവാ. അപ്പൊ സ്വാലിഹീങ്ങളോടൊപ്പം ചേരാനും അവരുടെ പ്രാർത്ഥനയിൽ പങ്കാളികളാവാനും നാളെ അവരോടൊപ്പം ഒരുമിച്ച് കൂടാനൊക്കെ അത് കാരണമാകും. രണ്ടാമതായി വമുഖർരിബുലക്കും ഇലല്ലാഹി, നിങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു സംഗതിയാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നതിനനുസരിച്ച് അള്ളാഹിന്റെ സാമീപ്യം കൂടുകയും അള്ളാഹുവിലേക്ക് അടുക്കാനും പറ്റുന്നു. വമുകഫിറത്തുൽ ലിസയ്യിആത്ത്, കഴിഞ്ഞുപോയ പാപങ്ങളെ പൊറുപ്പിച്ചു കളയുന്ന, അത് മാപ്പാക്കി തരുന്ന, പൊറുപ്പിച്ചു തരുന്ന സംഗതിയാണ് തഹജ്ജുദ് നിസ്കാരം, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് പറയുന്നത്. ഓ മൻഹാത്തുൻ അനിൽ ഇസ്മി, തെറ്റുകളെ തൊട്ട് നമ്മളെ തടയുന്ന സംഗതിയാണ്. പാപങ്ങളെ തൊട്ടൊക്കെ നമ്മളെ തടയും. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് പാപങ്ങളിലേക്ക് വരാനുള്ള മനസ്സുണ്ടാകൂല. പാപങ്ങളെ തൊട്ട് തടയുന്ന കാര്യമാണ്. വ മുതിരദത്തുദ്ദായി അനിൽ ജസദി, ശരീരത്തിന് രോഗം വരുന്നതിനെ തൊട്ട് തടയുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെ 5 സംഗതികളാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നതുകൊണ്ട് പ്രധാനം. പല കിതാബിൽ ഒരുപാട് 10-30ഓളം മഹത്വങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിന് പറഞ്ഞ കിതാബുകളുണ്ട്. ഇവിടെ പറയുന്നത് ഒന്ന് പൂർവ്വസൂരികളായ മഹാന്മാരുടെ വഴിയാണ് അത് എന്നാണ്. മഹാന്മാരുടെ പതിവായി, മഹാന്മാര് പതിവായി ചെയ്യുന്ന ഒരു സംഗതിയാണ്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന കാര്യമാണ്. മൂന്നാമതായി ചെയ്തുപോയ പാപങ്ങൾ പൊറുപ്പിക്കുന്ന ഒരു സംഗതിയാണ്. 4 പാപങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കാനും പാപങ്ങൾക്ക് നമ്മൾക്കിടയിൽ മറ വരാനും അതൊരു കാരണമാണ്. മറ്റൊന്ന് ശരീരത്തിന് രോഗം വരുന്നതിനെ തൊട്ട് അത് തടയുമെന്നാണ്. അപ്പോൾ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 1/4 മണിക്കൂർ മുമ്പോ 10 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് വുളൂ ചെയ്ത് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച്, അവിടെ ഒരു ആളും കാണാനില്ല, നമ്മളും സുട്ടാവായ അള്ളാഹു മാത്രമുള്ള കണക്ഷൻ, അള്ളാഹുവിലേക്ക് 2 കൈകൾ ഉയർത്തി നമ്മുടെ വേദനകളും സങ്കടങ്ങളും പറയാനുള്ള ഹൃദയമറിഞ്ഞ, മറ്റൊരാളും കാണാതെ അള്ളാഹും നമ്മളും മാത്രമുള്ള മുനാജാത്തിന്റെ വേദിയാണ് ഈ രാത്രി. ഉറങ്ങിയതിന്റെ ശേഷം എഴുന്നേറ്റ് സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത്, സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കൽ അതൊരു വലിയ കൂലി കിട്ടുന്ന അമലാണ്. പതിവാക്കണം. കഴിയുന്നവരൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും.